ഡ്രീംലാൻഡ് കാട്ടിൽ എല്ലാ മൃഗങ്ങളും പക്ഷികളും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുകയായിരുന്നു. പക്ഷെ അതിൽ ഒരു മൃഗം ഉണ്ടായിരുന്നു. അവന്റെ ജീവിതം വേറെ മാതിരി ജീവിക്കണമെന്നായിരുന്നു. ഒരു ദിവസം മാനും കുഞ്ഞുമാനും തടാകത്തിൽ വെള്ളം കുടിക്കാൻ വന്നു. രണ്ടുപേരും അതിന്റെ അറ്റത്തിരുന്ന് വെള്ളം കുടിക്കുകയായിരുന്നു. ഒളിച്ചും പാത്തും രാമു ആന അവരുടെ പുറകിൽ വന്നു. എന്നിട്ട് പതുക്കെ തട്ടി വെള്ളത്തിലോട്ട് ഇട്ടു. അതിരാവിലെ കുളിക്കാൻ നല്ല രസമാണല്ലേ. രാമുവാനെ, നീ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? എനിക്ക് നല്ല രസമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും തന്നെ അറിയില്ല. നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് ഒരു ദിവസം വിട പറയും. പക്ഷെ ഓർമ്മിക്കപ്പെടുന്നത് എപ്പോഴും ഈ രാമുവാനെ ആയിരിക്കും. അപ്പോഴേക്കും മുമ്പിൽ നിന്നും മോട്ടു കാണ്ടാമൃഗം ഓടി വരുന്നതായി കണ്ടു. രാമുവാനെ, ഇന്ന് ഞാൻ നിന്നെ എന്തായാലും ഇടിച്ചു വീഴ്ത്തും. അതോടെ നിന്റെ എല്ലാ തമാശകളും ഇല്ലാതാവും. അല്ല സഹോദര, നീ ഇതെവിടെ നിന്നാ വന്നത്? രാമു ആന പതുക്കെ പുറകിലോട്ടൊന്ന് മാറി. മോട്ടു കാണ്ടാമൃഗം മരത്തിലിടിച്ച് ഡുമ്മെന്ന് താഴെ വീണു. ഈ രാമുവാനയെ പാഠം പഠിപ്പിക്കാൻ മാത്രം വളർന്നോ നീ? രാമു ആന ഓടി അവിടുന്ന് പോയി. രാമു ആനയ്ക്ക് പറഞ്ഞറിയിക്കാത്ത സന്തോഷമുണ്ടായിരുന്നു. പെട്ടെന്നൊരു സ്ഥലത്ത് ചെന്ന് അവനങ്ങ് നിന്നു. അല്ല, ഇത് എന്തു മരമാണ്? ഇതില് പല നിറങ്ങളിലുമുള്ള ഇലകളൊക്കെ ഉണ്ടല്ലോ. വ്യത്യസ്തമായ നിറത്തിലുള്ള ഇലകളായിരുന്നു. അതിൽ നിന്നും ലിക്വിഡ് വീഴുന്നുണ്ടായിരുന്നു. ഓ, ഈ പല നിറത്തിലുള്ള ഇലകളിൽ നിന്ന് അതേ നിറത്തിലുള്ള ദ്രാവകം ഒലിച്ചിറങ്ങുന്നു. ഇതെന്തുകൊണ്ടായിരിക്കും? അവൻ ആ മരത്തിന്റെ അടിയിൽ നിന്നു. അവന്റെ ദേഹത്ത് നിറമഴ തന്നെ പെയ്തു. അയ്യോ, ഈ മരത്തിൽ നിന്ന് തണുത്ത ദ്രാവകമാണല്ലോ ഒലിച്ചിറങ്ങുന്നത്. എനിക്കാണെങ്കിൽ നന്നായി തണുക്കുന്നുണ്ട്. അവൻ ആ മരത്തിൽ നിന്നും മാറി നേരെ അവന്റെ കാട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. അവൻ അറിയാൻ പോലും പാടില്ലായിരുന്നു അവന്റെ ദേഹത്ത് ഓരോ സ്ഥലത്തും നിറം പറ്റിയിരിക്കുകയെന്ന്. അവനെ കാണാൻ ഒരുമാതിരി ഇരിക്കുക. കാട്ടിലെത്തിയപ്പോഴാണ് അവ അറിഞ്ഞത് മാൻ, കുഞ്ഞുമാൻ, മോട്ടു കാണ്ടാമൃഗം ബാക്കിയുള്ള മൃഗങ്ങളുമായിട്ട് മീറ്റിംഗ് നടത്തണമെന്ന്. ഈ രാമുവാനയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവൻ എല്ലാ മൃഗങ്ങളെയും ഉപദ്രവിക്കുന്നുണ്ട്. എന്റെ ദൈവമേ, ഇവരിത് എന്നെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. പോകാം, വല്ല തമാശ ഒപ്പിക്കാം. അവൻ അവരുടെ അടുത്തെത്തി പറഞ്ഞു, അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. പക്ഷെ നിങ്ങള് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയൂ. ഇത് കേട്ട് ഞെട്ടലോടെ എല്ലാ മൃഗങ്ങളും താഴത്തുനിന്നും മേളിൽ നിന്നും നോക്കാൻ തുടങ്ങി അവനെ. അല്ല, നീ ആരാണ് സഹോദര? ഞങ്ങൾ നിന്നെപ്പോലൊരു മൃഗത്തെ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇത് കേട്ട് രാമു ആന മനസ്സിൽ വിചാരിച്ചു, അല്ല, ഈ വിഡ്ഢികൾ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഇവർക്കിതെന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? അവൻ അവന്റെ തുമ്പിക്കൈ പൊക്കി നോക്കിയപ്പോ ഓരോ നിറം അവന്റെ ദേഹത്ത് പറ്റിയിരിക്കുന്നതായി അറിഞ്ഞു. ഓഹോ, എന്റെ ശരീരത്തിൽ ഇപ്പോഴും ഈ നിറങ്ങളുണ്ടല്ലേ. അതുകൊണ്ടായിരിക്കും ഇവർക്ക് ആർക്കും എന്നെ മനസ്സിലാവാത്തത്. അപ്പോൾ ഈ അവസരം ഞാൻ എങ്ങനെയെങ്കിലും മുതലെടുക്കണം. ആ, എന്റെ പേരാണ് ബാഹുബലി. ഞാൻ ആമസോൺ കാടുകളിൽ നിന്നാണ് വരുന്നത്. എന്നെപ്പോലൊരു മൃഗം ഈ ലോകത്തെവിടെയുമില്ല. മാത്രമല്ല, എന്നേക്കാൾ ബുദ്ധിയും ശക്തിയുള്ള മറ്റാരും ഈ ലോകത്തില്ല. ഇത് കേട്ട് മോട്ടു കാണ്ടാമൃഗം പറഞ്ഞു, അത് കൊള്ളാലോ. ഇപ്പോൾ മനസ്സിലായി. നമ്മുടെ കാട് ഏറ്റവും ശക്തമായ കാടായി മാറി. കാരണം ഈ ബാഹുബലി ഇപ്പോൾ നമ്മുടെ കാട്ടിലല്ലേ. ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ തുള്ളിച്ചാടി. എന്നിട്ട് ആടാൻ തുടങ്ങി. കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. അവരുടെ ഈ സന്തോഷം കണ്ടപ്പോ രാമു ആന മനസ്സിൽ അവര് പൊട്ടന്മാരെന്ന് കരുതി ചിരിച്ചു. ഞാൻ നിങ്ങളുടെ അതിഥിയാണ്. നിങ്ങൾ എന്നെ നന്നായി സേവിക്കുകയാണെങ്കിൽ ഞാൻ ഈ വനത്തിനുള്ളിൽ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും.
ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും പക്ഷികളും അവനെ നല്ല രീതിയിൽ സേവിക്കാൻ തുടങ്ങി. മുഴം കാട്ടിൽ ഇത് പരന്നു. ആമസോൺ കാട്ടിൽ നിന്നും ബാഹുബലി മൃഗം വന്നൂന്ന്. എല്ലാരും രാമു ആനേനെ കാണാൻ വരും. വരുമ്പോ വ്യത്യസ്തമായ സമ്മാനങ്ങളും കൊണ്ടുവരും. അവന്റെ ജീവിതം അടിപൊളിയായിട്ട് പോവായിരുന്നു. അവൻ ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല. പൊട്ട ബുദ്ധിയൊക്കെ മൃഗങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ പൊട്ടന്മാരാക്കി അങ്ങനെ അങ്ങ് ജീവിച്ചു. പക്ഷെ ഒരു ദിവസം സംഭവിച്ചു. രാമു ആന പോലും അത് വിചാരിച്ചു കാണത്തില്ല. ബാഹുബലി രാജ, നിങ്ങൾക്ക് വേണ്ടി ഒരു സന്ദേശമുണ്ട് എന്റെ കയ്യിൽ. നിങ്ങളത് കേട്ടാ സന്തോഷിക്കും. പറയൂ, എന്ത് സന്ദേശമാണ് നീലപക്ഷി? നമ്മുടെ കാട്ടിൽ ബാഹുബലി മൃഗം ഉണ്ടെന്നുള്ള കാര്യം അങ്ങ് ദൂരെ കാട്ടിൽ എത്തിക്കഴിഞ്ഞു. ഗ്രീൻലാൻഡ് കാട്ടിൽ ഉണ്ടായിരുന്ന 3 സിംഹരാജാവ് അവർക്ക് ഈ കാര്യം അറിയാൻ പറ്റി. അവര് നിന്നെ കാണാൻ വരുവാ. എന്താ പറഞ്ഞത്? സിംഹങ്ങൾ എന്നെ കാണാൻ വരുന്നുണ്ടെന്നോ? കാണാനില്ല, നിന്നോട് യുദ്ധത്തിനാണ് വരുന്നത്. ഇത് കേട്ട് രാമു ആന ഞെട്ടിപ്പോയി. എന്നിട്ട് പറഞ്ഞു, അവരെന്തിനാണ് യുദ്ധം ചെയ്യാൻ വരുന്നത്? അവർക്കാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളതെന്നാണ് അവര് പറയുന്നത്. അവരെക്കാളും ശക്തി നിനക്കൊണ്ടെന്നറിഞ്ഞപ്പോ അവർക്കത് സഹിച്ചില്ല. അതുകൊണ്ട് ആ 3 സിംഹവും നിന്നോട് യുദ്ധത്തിനായി വരികയാ. അതുകൊണ്ട് ആ 3 പേരെയും കൊന്ന് നിന്റെ ശക്തി എന്തെന്ന് തെളിയിച്ചു കൊടുക്ക്. അങ്ങനെ ആയാലേ നമ്മുടെ ഈ കാടും നീയും എല്ലാം ഫേമസ് ആകും. ഇത് കേട്ട് എല്ലാ മൃഗങ്ങൾക്കും സന്തോഷമായി. പക്ഷെ രാമു ആനയുടെ അവസ്ഥ മോശമായി. എല്ലാ മൃഗങ്ങളും ഒച്ചയിൽ നിലവിളിച്ചു, ബാഹുബലി, ബാഹുബലി, ബാഹുബലി. അയ്യോ, ഞാൻ ബാഹുബലി ഒന്നും അല്ല. ഞാൻ നിങ്ങളുടെ രാമു ആനയാ, രാമു ആന. ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും ഞെട്ടിപ്പോയി. കാണ്ടാമൃഗം പറഞ്ഞു, നീ എങ്ങനെയാണ് രാമു ആനയാകുന്നത്? നീ ബാഹുബലിയല്ലേ? നീ തന്നെയല്ലേ ഞങ്ങളോട് ഇത് പറഞ്ഞത്? ഒരു നിമിഷം, ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. രാമു ആന ഓടി തടാകത്തിലേക്ക് അങ്ങ് പോയി. എന്നിട്ട് വെള്ളത്തിലിറങ്ങിയപ്പോ ദേഹത്തുണ്ടായിരുന്ന നിറമൊക്കെ പോയി. അത് കഴിഞ്ഞപ്പോ പഴയതുപോലെ ആയി വന്നു അവൻ. എല്ലാ മൃഗങ്ങളും അന്തം വിട്ട പോലെ നോക്കി നിന്നു. അല്ല രാമുവാനെ, ഇത് നീയായിരുന്നോ? ഇതിനർത്ഥം നീ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നല്ലേ? അതെ, പറ്റിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾക്കെല്ലാം മനസ്സിലായില്ലേ? 3 സിംഹങ്ങൾ എന്നെ തീർക്കാനിപ്പോ വരുന്നുണ്ട്. നീലുക്കിളി ഒച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. മാൻ അവളോട് ചോദിച്ചു, എന്തു പറ്റി നീലപക്ഷി? നമ്മുടെ കാടിന് ആപത്ത് വരുമ്പോ നീ ചിരിച്ചോണ്ടിരിക്കുക? ഒരു നാണക്കേടും ഉണ്ടാവാൻ പോണില്ല. ശരിക്കും പറഞ്ഞ രാമു ആന അന്ന് നിറമുള്ള മരത്തിന്റെ അടിയിൽ നിന്നപ്പോ ഞാൻ ഒളിഞ്ഞു നിന്ന് ഇത് കണ്ടിരുന്നു. ഇത്രയും ദിവസമായിട്ട് ഞാൻ ഇത് തന്നെ ആലോചിച്ചേ, ഇവൻ എങ്ങനെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന്. ഇന്ന് എനിക്കൊരു ഐഡിയ തോന്നി. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ 3 സിംഹത്തിന്റെ കാര്യം കള്ളം പറഞ്ഞു. അവന്റെ ശരിക്കുള്ള നിറം അവൻ കാണിച്ചു. എന്ത്? എന്നിട്ട് എല്ലാ മൃഗങ്ങളും കിളികളും അവനെ കണ്ട് ചിരിക്കാൻ തുടങ്ങി. പ്രിയ പിള്ളേരെ, കള്ളത്തിന്റെ പുറത്ത് കിട്ടുന്ന സന്തോഷം എത്ര ആയിക്കോട്ടെ, പക്ഷെ ഒരു ദിവസം ആ കള്ളം നമ്മളെ ആപത്തെ കൊണ്ട് ചാടിക്കുകയും ചെയ്യും.